ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഹലോ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീണ്ടും നമ്മൾ പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സോ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൈക്കോ ഓങ്കോളജി എന്നുള്ളതാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ക്യാൻസർ എന്നൊരു രോഗം നമ്മുടെ ശരീരത്തെ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ മൈൻഡിനെയും ഇമോഷൻസിനെയും നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് ആണെങ്കിലും അതുപോലെ നമ്മുടെ സോഷ്യൽ ലൈഫിനൊക്കെ വളരെ ഡീപ്പായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അതിന് ഡയഗ്നോസിസ് ലഭിക്കുന്ന നിമിഷം മുതൽ ചികിത്സ, ചിലപ്പോൾ പാലിയേറ്റീവ് കെയർ വരെ ഓരോ ഘട്ടത്തിലും രോഗിയും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പല വിധത്തിലുള്ള മാനസിക വെല്ലുവിളികളൊക്കെ നേരിടാറുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിലാണ് സൈക്കോ ഓങ്കോളജിയുടെ ഇമ്പോർട്ടൻസ് ലഭിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് തന്നെ സൈക്കോ ഓങ്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഷനിലൂടെ നമ്മൾ സൈക്കോ ഓങ്കോളജി എന്താണ്, അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് കോമൺ ആയിട്ട് കാണുന്ന മെന്റൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ റൂൾ എന്താണ്, അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ പങ്ക് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ ഇന്നത്തെ ഒരു സെഷൻ വളരെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സെഷൻ തന്നെയാവും എന്ന് വിശ്വസിക്കാം. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ സ്നേഹ മാം ആണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, സ്കൂൾ കൗൺസിലർ ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വർക്ക്ഷോപ്പുകളും മാമാണ് ലീഡ് ചെയ്യുന്നത്. നെറ്റ് JRFന്റെ ക്ലാസ്സസ് മാം ലീഡ് ചെയ്യുന്നുണ്ട്. മാം ഡിസംബറിലോട്ടുള്ള നമ്മുടെ നെറ്റ് JRFന്റെ ക്ലാസ്സസ് ജൂലൈ 15th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ആണെങ്കിലും നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സൈക്കോ ഓങ്കോളജിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 5 days വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 7th അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഒരിക്കൽ കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്നേഹ മാമിനെ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത്. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണല്ലോ അല്ലെ? യെസ് മാം, ഓഡിയബിൾ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓൾറെഡി റഹ്മത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പം ഇപ്പോഴുള്ള ഫാക്കൾട്ടി ആണ്. അതിനു മുന്നേ നമുക്കൊരു ക്ലിനിക് ഉണ്ട്. 1.5 years ആയിട്ട് ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ഉണ്ട്. അതിനു മുന്നേ വേറെ സൈക്കോളജിസ്റ്റിന്റെ അണ്ടറിലായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ ഇപ്പൊ ജില്ലാ ശിശു വികസന വകുപ്പ്, പാലക്കാട് ജില്ലാ ശിശു വികസന വകുപ്പിലെ കൗൺസിലർ ആണ്. ബ്ലോക്കിൽ വരുന്ന കൗൺസിലർ ആണ്. സ്കൂൾ കൗൺസിലർ ആയിട്ടാണ് നമുക്ക് ചാർജ് വരുന്നത്. ഇപ്പൊ ശിശു വികസന വകുപ്പിന്റെ അണ്ടറിൽ നമുക്ക് 2 സ്കൂളുകളുടെ ചാർജ് ആണ് ഇപ്പൊ വരുന്നത്. അതാണ് ഇപ്പൊ എന്റെ കറന്റ് റോൾ എന്ന് പറയുന്നത്. കൺസൾട്ടേഷൻസ് ഒരു വഴിക്ക്, ക്ലാസ്സുകൾ ഒരു വഴിക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഇതിൽ ചില ആൾക്കാരെ, പരിചയമുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ക്ലാസ്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഈ ഒരു ജോബായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പുതിയൊരു ജോലിയില്ലേ, അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് ഈ പുതിയൊരു റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഒരു പുതിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് കേട്ടോ. ഇപ്പൊ ഇതില് ഓൾറെഡി സൈക്കോളജി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. MA സൈക്കോളജി, MSW കഴിഞ്ഞവർക്കാണ് ശിശു വികസന വകുപ്പില് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി, അതല്ലെങ്കിൽ ഇന്റർവ്യൂ വഴിയൊക്കെ ഒരുപാട് വേക്കൻസീസ് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 1 year ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പലയിടത്തും, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്ത ഒരു പ്രാക്ടീസ് ഉണ്ട്, ഒരു 1 year പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പലയിടത്തും വിളിക്കുന്നുണ്ട്. ഇന്നലെ ദേ ജില്ലാ ജയിലുകളിലേക്ക് കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട്. മെയിനായിട്ട് പാലക്കാട്, കോഴിക്കോട്, ഇത് 4 ഉണ്ടായിരുന്നു. ഇതാ 2 എനിക്ക് ഓർമ്മയില്ല. ഈ 4 ഏരിയാസിലേക്ക്, ജില്ലാ ജയിലുകളിലേക്ക് സൈക്കോളജി കഴിഞ്ഞവരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എക്സ്പീരിയൻസ് വേണം. സൈക്കോളജി ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ ഞാൻ ജസ്റ്റ് ഇത് ഷെയർ ചെയ്യുന്നതിൽ കൂടെ ആ നോട്ടിഫിക്കേഷൻ കൂടെ ഈ PDF കൂടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് കൊടുക്കാം. ഓക്കെ. അത് കൂടാതെ ഞാനൊരു ടീച്ചറാണ്. എനിക്കൊരു ട്യൂഷൻ സെന്ററും ഒക്കെ ഉണ്ട്, ഒരു 6 years ആയിട്ട്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ കുറെ പേര് എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. MA സൈക്കോളജിയുടെ ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോ ഓങ്കോളജിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അധികം ആരും ശ്രദ്ധിക്കാത്ത, ഇപ്പൊ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്ത് വരുന്നുണ്ട്. പക്ഷെ വളരെ റെലവെന്റ് ആയിട്ടുള്ള, അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് സൈക്കോ ഓങ്കോളജി എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ക്യാൻസർ പേഷ്യൻസിന്
അവർക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രം മതി. ഇപ്പൊ നമുക്കറിയാലോ, കേരളത്തിലെ ഏറ്റവും പ്രോപ്പർ ആയിട്ടൊരു ക്യാൻസർ ട്രീറ്റ്മെന്റ് കിടക്കുന്ന എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്ഥലം RCC ആയിരിക്കും, റീജിയണൽ ക്യാൻസർ സെന്റർ ട്രിവാൻഡ്രം ആയിരിക്കും. ഇപ്പൊ എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ക്യാൻസർ. സോ അതേപോലെ തന്നെ ഇപ്പൊ എന്റെ ഒരു റിലേറ്റീവിനുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നതാണ് RCC. അപ്പൊ അവിടെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അത്രയും എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, അത് അതിനേക്കാളും ആ കുട്ടി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. അവൻ ഒരുപാട് പൊരുതി ക്യാൻസറിനോട്. അപ്പൊ അവൻ ഇപ്പോഴും നമ്മുടെ ഒരു ഓർമ്മയിലുണ്ട്, ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഫാമിലി മെമ്പേഴ്സ് അനുഭവിച്ചിട്ടുള്ള ഒരു പ്രഷർ, അതല്ലെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ആള് അനുഭവിക്കുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. ക്യാൻസർ എന്നുള്ളൊരു അവര് കൊടുക്കുന്ന കീമോതെറാപ്പിനേക്കാളും അല്ലെങ്കിൽ റേഡിയേഷനേക്കാളും ഒക്കെ അവരെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഇമോഷണൽ ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അവർക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വലിയ മാരക രോഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ, ടെർമിനൽ ഇൽനസ്. ആ കാറ്റഗറിയിൽ വരുന്നതാണ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ക്യാൻസർ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ അവരെ നിങ്ങൾ ആലോചിക്കുമ്പോൾ അറിയാം അവർക്ക് എത്രത്തോളം ആ ഒരു ഇമോഷണൽ ഇഷ്യൂസ് അവർ നേരിടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതൊരു ബയോളജിക്കൽ ഈവന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഇഷ്യൂ മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഇതൊരു സൈക്കോളജിക്കൽ ഇവന്റ് കൂടിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരോട് സംസാരിച്ചു കഴിയും അല്ലെങ്കിൽ അവരെ കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇമോഷണലി അത് അവരെ എത്ര അഫക്ട് ചെയ്യുന്നുണ്ട്. ബിഹേവിയറിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും നാളെ വളരെ കാം ആയിട്ടിരുന്ന ഒരാൾ ചിലപ്പോൾ അഗ്രസീവ് ആവാം, ഭയങ്കര അറ്റമെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാം, ചിലവരോട് ഹോസ്റ്റൈൽ ആയിട്ട് ബിഹേവ് ചെയ്യാം. ചില ആൾക്കാർ നേരെ തിരിച്ച് ഒന്നിലും ഇടപെടാതെ ഒന്നിലും ഉൾവലിഞ്ഞ് ഒന്നിപ്പോ എനിക്കറിയാൻ പറഞ്ഞില്ല റിലേറ്റീവ്, പുള്ളിക്കാരൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉൾവലിഞ്ഞ് പോവാണ്, ആരോടും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല, ആൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് മടി, ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ആൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം വന്നതുകൊണ്ട് ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി. അതിൽ സോഷ്യൽ ഫാക്ടേഴ്സും ഉണ്ട് കേട്ടോ, ഒരുപാട് സോഷ്യൽ ഡയമെൻഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങള് കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവർ കേൾക്കേണ്ടി വരും. അതെന്താ, എങ്ങനെയാ, എത്രയാ, ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ കടന്നു പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഇന്ന് നമുക്കറിയാം ചെറിയ കുട്ടികളിൽ വരെ ക്യാൻസർ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ട്. വളരെ കുഞ്ഞു കുഞ്ഞു മക്കളാണ്, നമ്മൾ RCCയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, മാസങ്ങൾ പ്രായമുള്ള കുട്ടികളിൽ വരെ നമ്മൾ ക്യാൻസർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പല ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സും ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നത് ആ ഇമോഷണൽ ആയിട്ടുള്ള സൈഡിലാണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സൈഡിലാണ്. ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടെ പോകും, അവർ ഇമോഷണലി വീക്ക് ആവും, ഇത് ബിഹേവിയറിൽ മാറ്റം വരും, പല രീതിയിലായിരിക്കും അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ല, നമ്മൾ എപ്പോഴും പറയുമല്ലോ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അങ്ങനെയല്ല, ബയോ സൈക്കോ സോഷ്യൽ മോഡലിലാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ബയോളജിക്കൽ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ക്ലിനിക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും പല രീതിയിലുള്ള ക്ലയൻസ് വരും. അതിൽ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവാം, ക്യാൻസർ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം. അപ്പൊ അവിടെയൊക്കെ ആ ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് മനസ്സിലാക്കുക എന്നുള്ളത് അവരുടെ ആ ഒരു ക്യാൻസറിന്റെ എത്ര ലെവൽ എത്തിയിരുന്നോ അല്ലെങ്കിൽ എത്രാമത്തെ സ്റ്റേജ് ആണോ അതൊന്നുമല്ല, സൈക്കോളജിക്കലി ആൻഡ് സോഷ്യലി അത് അവരെ എത്ര എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇപ്പൊ ചില കേസസിൽ നമുക്കറിയാം അവിടെ ഒരു ചാൻസോ ഹോപ്പോ ഉണ്ടാവില്ല. ചിലവർക്ക് വളരെ സഡൻ ആയിട്ടുള്ള മിറാക്കിൾ സംഭവിച്ച് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അവരൊരു ഹോപ്പും ഇല്ലാത്ത, ഈവൻ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ പോലും ഒരു ഹോപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈവൻ RCC ആണെങ്കിലും പലയിടത്തും ആണെങ്കിലും ഇവര് സൈക്കോളജിസ്റ്റുകളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മളോട് പറയാറ്. ഇപ്പോഴും നല്ല, എന്റെ കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അന്ന് അവിടെ സൈക്കോളജിസ്റ്റുകളൊന്നും ഇല്ല. അപ്പൊ നമ്മളോട് തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഷ്യന്റിനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം, അത് വേണം. പിന്നെ അവർ ഒരിക്കൽ ഒരു രോഗികൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഒരു ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ആ ഒരു രീതിയിലൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിലാണെങ്കിലും അവിടെയൊക്കെ ആണെങ്കിലും. ആ സമയത്തൊന്നും ഇതിന് സൈക്കോളജിസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലുകളിൽ അപ്പോയിന്റ് ചെയ്യുക ആ രീതിയിലൊന്നും കാര്യമായിട്ടുണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴൊക്കെ കുറെ ഹോസ്പിറ്റലുകളിലും ക്യാൻസർ വാർഡുള്ള അല്ലെങ്കിൽ ക്യാൻസർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടി ഇപ്പൊ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത്. കാരണം അത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്.
അപ്പോ നിങ്ങൾ പറയൂ, ഒരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവരിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട്? ഒരു ക്യാൻസർ ആണെന്നൊരു വ്യക്തി അറിയുന്ന സമയത്ത് അവരില്, അവരുടെ വീട്ടുകാരില് അതെങ്ങനെയായിരിക്കും ഇമ്പാക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി. പറയൂ, ഇവിടെ 10-20 പേരുണ്ടല്ലോ. മാം ചോദിച്ച ഇമോഷണൽ ചോദ്യം ആ സമയത്ത് ക്ലിയർ അല്ലായിരുന്നു, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? അതായത് നമ്മുടെ ക്യാൻസർ ആണെന്നൊരു വ്യക്തി അറിയുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന ഇമോഷൻസ് എന്തൊക്കെയായിരിക്കും, അവരുടെ ഫാമിലി മെമ്പേഴ്സ് അത് എങ്ങനെയായിരിക്കും എടുക്കുന്നത്, ആ ഒരു സമയത്ത് അവരുടെ ഒരു സൈക്കോളജിക്കൽ അവസ്ഥ അല്ലെങ്കിൽ ഒരു വെൽബീയിങ് എങ്ങനെയാണ് അഫക്റ്റഡ് ആവാന്ന്. ഓഫ്കോഴ്സ് എല്ലാവരും ഇമോഷണലി ഡൗൺ ആവും. ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഫിയർ ഓഫ് ക്യാൻസറിന് ഡെത്ത്, മരിക്കുമെന്നൊരു പേടി, മരണഭയം ഉണ്ടാവും. ഓക്കെ. വേറെ എന്തോ ക്യാൻസർ ഇടയില്ല. എന്ന് പറയുമ്പോൾ പറയൂ സർ. ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും മനസ്സിൽ രോഗങ്ങളിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ഉള്ള രോഗമാണെന്ന് എല്ലാവരും മൈൻഡില്ല. അപ്പോൾ ആ രോഗം ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് വന്നാൽ ആ കുടുംബം മൊത്തം തളരും. കൂടുതൽ എക്സ്പെൻസ് ഉള്ള ഒരു രോഗമാണത്, ചെലവ് കൂടുതൽ. അപ്പോൾ മൊത്തം ഫാമിലിക്ക് തന്നെ അതൊരു പ്രോബ്ലംസ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്റെ അമ്മ ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടി ബയോപ്സി ചെയ്യാൻ പറഞ്ഞപ്പോ പോലും ഞങ്ങൾ തളർന്നു മാം. ഞങ്ങൾ വിചാരിച്ചു അമ്മ പോവാണ്, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ദൈവം സഹായിച്ചൊന്നും ഉണ്ടായില്ല. ഞാൻ പറയാം, എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ പറഞ്ഞ പോലെ. എന്റെ 18 ഇയേഴ്സിലാണ് എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അവര് ബയോപ്സി ചെയ്യാൻ പറയുന്നത്. ഞങ്ങളൊക്കെ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള്, അനിയത്തിയാണെങ്കിൽ 10th എത്തുന്നേ ഉണ്ടായുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു അവസ്ഥയും ഇതൊക്കെ തന്നെയായിരുന്നു. ആദ്യം കേട്ട സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല, ഫിയർ ആണ്, ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു, ഫിനാൻഷ്യൽ ഇഷ്യൂസ് നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല ഇഷ്യൂസ് കംപ്ലീറ്റ്ലി പാരന്റ്, ആ പേഷ്യന്റ് മാത്രമല്ല ഫാമിലിനെ മൊത്തത്തിൽ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അവിടെ നിന്ന് നമ്മളത് മാനേജ് ചെയ്തു. പക്ഷെ എല്ലാ ഫാമിലീസിനും അത് മാനേജ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവിനുണ്ട്, പുള്ളിക്കാരിക്ക് അത് ഒട്ടും ഇപ്പോഴും അക്സെപ്റ്റബിൾ ആയിട്ടില്ല. ഒരു മോർ ദാൻ 6 months ആയി ഡയഗ്നോസ് ചെയ്തിട്ട്. കീമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. കീമോതെറാപ്പിയാണ് ഇവർക്കുള്ള ട്രീറ്റ്മെന്റ്. കീമോതെറാപ്പി, ചിലതിന് മെഡിക്കേഷൻസ്, പെയിന് അതിനൊക്കെയാണ് മെഡിക്കേഷൻസ് കൊടുക്കുന്നത്, പിന്നെ റേഡിയേഷൻ, ഇതൊക്കെയാണ്. അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ തന്നെ നല്ല കാര്യമല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്ന പറയുമ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന ഒരിക്കലും രക്ഷയില്ലാത്ത, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു അസുഖം മാത്രമാണ് നമ്മൾ ക്യാൻസറിനെ കാണുന്നത്. പക്ഷെ ഇതിൽ പല ടൈപ്പ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. അതിനനുസരിച്ച് സർവൈവൽ റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചില കേസസിൽ നമുക്കറിയാം, ചില ക്യാൻസറിന്റെ ടൈപ്പില് റിപ്പീറ്റ് ചെയ്യാൻ, വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് അവര് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഇതെങ്ങനെ മുന്നോട്ട് പോവും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതാവുമോ എന്നുള്ള ഒരു പേടി ഈ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ പുറമെ നിങ്ങൾ മറ്റേ സിനിമ കണ്ടിട്ടില്ലേ, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള? വളരെ നന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു മൂവിയാണ് അല്ലേ. ആ ഒരു മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ അമ്മയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയുന്ന സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ക്യാൻസർ അവരുടെ ഒരു ഫാമിലി കടന്നു പോകുന്ന സിറ്റുവേഷൻസ് വളരെ നല്ല രീതിയിൽ, രസകരം എന്നല്ല, വളരെ എന്താ പറയാ, ആപ്റ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് അവരത് കാണിച്ചിട്ടുണ്ടെന്ന. ആദ്യത്തെ ഒരു സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്നത് ഷോക്ക് ആൻഡ് ഡിനയൽ ആയിരിക്കും. ഒരു തരത്തിലും അവരിത് വിശ്വസിക്കില്ല എന്നുള്ളതാണ്. എന്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കേട്ടോ. അമ്മയാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്തത്. അത് ഞങ്ങളെക്കാളൊക്കെ മുന്നേ അക്സെപ്റ്റ് ചെയ്തത് അമ്മയായിരുന്നു. ഞങ്ങൾക്കാണ് കുറച്ചും കൂടി സമയം എടുത്തത് ഇതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാനായിട്ട്. സോ പല കേസിലും പക്ഷെ ഷോക്ക് ആൻഡ് ഡിനൽ, ഇല്ല എനിക്ക് ഒരിക്കലും വരില്ല, എനിക്ക് അതിനുള്ള ഒരു സാധ്യത ഇല്ല, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലൂടെ ആയിരിക്കും പോകുന്നത്. പിന്നെ ഉറപ്പായും പേടി ഇല്ലാന്നല്ല, പേടി ഉണ്ടാവും. എത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ നിന്നാലും ആങ്ഷ്യസ് ആയിരിക്കും, ഫിയർ ഉണ്ടാവും. ഇതിന്റെ മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണ്,
ഫ്യൂച്ചർ എന്താണ്. ഇപ്പൊ പ്രത്യേകിച്ചും ഫാമിലിയിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരാൾക്കാണ് വരുന്നതെങ്കിൽ അവരുടെ താഴെ ഇപ്പൊ എന്റെ അമ്മയൊക്കെ സംബന്ധിച്ച് കുട്ടികൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ രമ്യമ്മ പറഞ്ഞ പോലെ അമ്മയ്ക്ക് വന്നപ്പോ നമ്മള് അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലേ, മക്കളുടെ കൂടെ ഇനി ഇരിക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പല രീതിയിലുള്ള ഫിയേഴ്സ് അവർക്ക് ഉണ്ടാവും. അപ്പൊ ആങ്സൈറ്റി ഫിയർ ഭയങ്കര ഹൈ ആയിരിക്കും. ഇതായിരിക്കും ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ആദ്യം ഷോക്ക് ആൻഡ് ഡിനയലാണ്. ഈ ഡിനയിൽ നിന്ന് അവർ പതുക്കെ അക്സെപ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉള്ളിൽ പിടികയറുന്നത് ഫിയർ ആൻഡ് ആങ്സൈറ്റി ആണ്. പിന്നെ കുറച്ചു കാലം അവർ അതിന് ആ ഫിയർ ആൻഡ് ആങ്സൈറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല, ആ ഒരു കാര്യം. പിന്നെ ചില ആളുകൾ അത് ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഭയങ്കരമായിട്ടുള്ള ഗ്രീഫിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഹോപ്പ്ലെസ് ആയിട്ട് മാറും. ഇവിടെ ആരോ പറഞ്ഞു അത് ഹോപ്പ്ലെസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അവരുടെ ഒരു ഐഡന്റിറ്റി, ഞാനിപ്പോ ജീവിച്ചിരുന്നിട്ട് എന്തിനാ, ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അവർ ടയേർഡ് ആകുമ്പോൾ അവർ ഏറ്റവും കൂടെ ചോദിക്കുന്നത് ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നത്, എന്തിനാ ഇത്രയും ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, അങ്ങനെയൊക്കെ. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, അവൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത സമയത്ത് ആളെ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഒട്ടും വില്ലിങ് ആയിരുന്നു. എന്തായാലും മരിക്കും, പിന്നെ എന്തിനാണ് ട്രീറ്റ്മെന്റ് എടുത്ത് വീട്ടുകാരെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ രീതിയിലാണ്. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്താൽ അയാൾ രക്ഷപ്പെടും, പക്ഷെ ക്യാൻസർ വന്നാൽ മരിക്കും എന്നൊരൊറ്റ ധാരണയിലാണ് പുള്ളി ഉണ്ടായിരുന്നത്. പിന്നെ അവർ കുറേ സംസാരിച്ചിട്ടാണ് ആളെ ട്രീറ്റ്മെന്റ് എടുപ്പിച്ചത്. ആൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അന്ന് അയാളെ ട്രീറ്റ്മെന്റ് എടുത്തില്ലായിരുന്നെങ്കിൽ അയാളുടെ ഫ്യൂച്ചറേ ഇല്ലാതാവുമായിരുന്നു. അപ്പൊ ചില ആളുകൾ ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് മാറും ഇതേപോലെ, അവരുടെ ഐഡന്റിറ്റിനെ അവർ ലോസ് ആവും എന്നുള്ളതാണ്. ഇനി ചില ആളുകളിൽ ദേഷ്യം, ആങ്കർ ഗിൽ, ചില ആളുകളിലല്ല മിക്ക ആളുകളിലും ഉണ്ടാവും ട്ടോ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്റ്റേജസിലൂടെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും ട്രീറ്റ്മെന്റിലൂടെ പോകുന്ന സമയത്ത് പല ആളുകളിലും ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ കാണാറുണ്ട്. അവരെ തന്നെ സ്വയം കുറ്റപ്പെടുത്തും, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തായിരിക്കും ഇത് വന്നത്. ശരിക്കും ഫുഡ് ഹാബിറ്റ്സ് മാത്രമൊന്നും അല്ല പലപ്പോഴും ചില ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന കാരണം, കണ്ണി കണ്ടവർക്ക് വാങ്ങിക്കഴിച്ചിട്ട് ആ കുട്ടിക്ക് ക്യാൻസർ വന്നത് എന്നൊക്കെ പാരന്റ്സിനെ കുറ്റപ്പെടുത്തുന്ന കാണാം ചില ആളുകളെ. ഒന്ന് അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഒന്നാമത് അവരുടെ കുട്ടിക്ക് ക്യാൻസർ വന്നിരിക്കുന്ന അവസ്ഥ, അപ്പൊ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന കണ്ണി കണ്ട സ്നാക്സും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ഒരു സെൽഫ് ബ്ലെയിം ഉണ്ട് സ്വയം. പക്ഷെ അത് മാത്രമൊന്നും അല്ല ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോ അവരുടെ ഉള്ളിൽ ഒരു ആങ്കർ ഉണ്ടാവും. ഇങ്ങനെ പാരന്റ്സിനൊക്കെ വരുമ്പോഴേക്കും പ്രത്യേകിച്ച് ഒരു ഗിൽറ്റ് ഉണ്ടാവും. പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ അവരുടെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ ഏറ്റവും വലിയൊരു കുറെ മിത്ത് ഉണ്ട് കേട്ടോ. ക്യാൻസർ ഒരിക്കലും മാറില്ല, ക്യാൻസർ റിപ്പീറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ തന്നെ ഹെയർ ലോസ് ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇതൊക്കെ ഒരു എല്ലാവർക്കും അല്ല, ഇതൊക്കെ സ്പെസിഫിക് ആളുകളിലാണ്. ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ ഈവൻ എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ തെറ്റിദ്ധാരണകൾ. പക്ഷെ മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ RCC പോയ സമയത്താണ് മനസ്സിലായത് ഇത് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ സ്റ്റേജ്, ലെവൽ, അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് മാറ്റം ഉണ്ടാവും. അപ്പൊ ഇവൻ ചിലപ്പോൾ സ്റ്റേജ് 1 ആൾക്ക് ഹെയർ ലോസ് ഉണ്ടെങ്കിലും സ്റ്റേജ് 4 ആൾക്ക് ഹെയർ ലോസ് ഉണ്ടാവണം നിർബന്ധമില്ല. അതിന് നമ്മൾ സ്റ്റേജ് 4 ആയിരുന്നു, പക്ഷെ പുള്ളിക്കാരിക്ക് ഹെയർ ലോസ് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ സ്റ്റേജ് 1 ഇപ്പൊ എന്റെ റിലേറ്റീവ് പുള്ളിക്കാരിക്കൊക്കെ മുടി പോകാൻ തുടങ്ങി. അത് ഓരോരുത്തരിലും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. സോ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ബോഡി ഇമേജ് കൺസേൺസ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിൽ ഏറ്റവും അവർ ഇമോഷണലി നെറ്റ് കട്ടായിട്ടോ, ഒരു മിനിറ്റ്. വീഡിയോ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്, നെറ്റ് കട്ടാവുന്നുണ്ട് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ബോഡി ഇമേജ് കൺസെപ്റ്റ്സ് ഭയങ്കര ഹൈ ആയിട്ട് കാണാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ മുടി വലിയൊരു സംഭവമായിട്ടാണല്ലോ നമ്മളെല്ലാം സ്ത്രീകളൊക്കെ കാണാം. മുടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇത് ഭയങ്കരമായിട്ട് കാണാറുണ്ട്. ഇപ്പോ മറ്റേ ആന്റി അവര് പറഞ്ഞവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരെ ഫേസ് ചെയ്യാൻ. ഹെയർ ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പിന്നെ സർജറി കൊണ്ട് പല വ്യത്യാസങ്ങൾ വരാം. ചിലവരുടെ വെയിറ്റ് കൂടാം, ചിലർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ബോഡിയിൽ ഭയങ്കര ചേഞ്ചസ് വരും. മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ അല്ല അവരുടെ ബോഡിക്ക് പിന്നെ ഉണ്ടാവാം. പല രീതിയിലുള്ള സർജിക്കൽ ഇതിൽ പ്രൊസീജിയേഴ്സിലൂടെ അവർ കടന്നു പോകുമ്പോൾ ബോഡി ഇമേജ് കൺസേൺസ് ഭയങ്കര ഹൈ ആയിട്ട് വരാറുണ്ട്.
പിന്നെ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ഡിസ്ട്രെസ് ആണ്. നമ്മൾ പറഞ്ഞു കീമോതെറാപ്പി മെഡിസിൻ ആണ്. മെഡിസിൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഡ്രിപ്പ് ആയിട്ടോ മെഡിക്കേഷൻസ് ഒക്കെ ആയിട്ടോ കീമോതെറാപ്പി നടക്കാറുണ്ട്. പല ആൾക്കാരെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡ്രിപ്പ് ആയിട്ടൊക്കെ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരും. അവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലവർക്കൊക്കെ സഡൻ ആയിട്ട് തന്നെ പറയില്ലേ, ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്നൊക്കെ സഡൻ ആയിട്ട് പറയും. അപ്പൊ ഈ സഡൻ ആയിട്ട് പെട്ടെന്ന് ഇത്രയും കാലം നിന്നിരുന്ന ഒരു എൻവയോൺമെന്റിൽ നിന്ന് ചുറ്റും കാണുന്നത് അവര് ക്യാൻസർ പേഷ്യൻസിനെ മാത്രമാണ്. ആ ഒരു വാർഡിലേക്ക് മാറുന്ന സമയത്ത് അത് അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ഒരു ട്രീറ്റ്മെന്റും പിന്നെ അതിന്റെ പെയിൻ, അവരുടെ അസുഖമായി ബന്ധപ്പെട്ട പെയിന്, ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന്, ക്ഷീണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ തളർത്താറുണ്ട്, വളരെയധികം തളർത്താറുണ്ട്. ഇപ്പൊ ക്യാൻസർ വാർഡില് പല ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും. നമ്മള് ജനറൽ വാർഡാണ് എടുക്കുന്നെങ്കിൽ, കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് റൂം ഒന്നും എടുക്കാനുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാലോ, മെഡിക്കൽ കോളേജ് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉണ്ട് ക്യാൻസറിന്റെ. അപ്പൊ അവിടേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും, എല്ലാവർക്കും സെപ്പറേറ്റ് റൂം ഒന്നും എടുക്കാനുള്ള വകുപ്പില്ലാത്ത ആളുകളാണ് അവിടേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരൊറ്റ വാർഡിലാണ് നമ്മൾ എല്ലാവരും കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ അവിടെ ചില ആൾക്കാർ പെട്ടെന്ന് ഡൗൺ ആവുന്ന കാണാം, ചിലർ മരിക്കുന്നത് അവർ കാണും. അവരും ക്യാൻസർ പേഷ്യന്റ് ആണ്, ചുറ്റുമുള്ള ആൾക്കാർ മരിക്കുന്നതാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത ഇതിൽ കിടന്ന ആളാണ് മരിച്ചുപോയത്, വളരെ സഡൻലി ആയിട്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് നിങ്ങൾ ആലോചിക്കും. ഒന്നാമത് അവർ സ്ട്രെസ്ഡ് ആണ്, അപ്പൊ ഇത് കാണും. അപ്പൊ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു, ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞില്ലേ, ഫിയർ ഓഫ് ഡെത്ത്, അത് ഭയങ്കര ഹൈ ആയിരിക്കും ഉണ്ടാവും. എല്ലാവരും മരിക്കും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് വളരെ നേരത്തെ സംഭവിക്കുമല്ലോ എന്നുള്ളൊരു പേടി അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഈ മെഡിക്കൽ ചോയ്സസ്, ഏത് ഡോക്ടറെ കാണണം, എവിടെ പോകണം, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണോ. ഇപ്പൊ ചില ഡോക്ടേഴ്സ് പറയും സർജറി, ചില ഡോക്ടേഴ്സ് പറയും ഇത് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ അവർ അതിലും കൺഫ്യൂസ്ഡ് ആവും, പിന്നെയും വീണ്ടും ഒപ്പീനിയൻ എടുക്കാൻ നടക്കും. പിന്നെ ഇതിന്റെ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ അവരെ ഭയങ്കരമായിട്ടും അതുകൊണ്ട് അവർ മടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ദെൻ ഫിയർ ഓഫ് റെക്കറൻസ്, ഇത് വീണ്ടും വരും. മാറിക്കഴിഞ്ഞാല് പിന്നെ അവരുടെ ചിന്ത മൊത്തം ഇത് രണ്ടാമത് വരുമോ എന്നുള്ളതാണ്. ചില ആളുകൾക്ക് വരില്ല, സാധ്യത വളരെ കുറവാണ്. പക്ഷെ ചില ആളുകൾക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഇനി സാധ്യത ഉണ്ട് പറഞ്ഞ ഈ കൊല്ലം മാറി അടുത്ത കൊല്ലം വരും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കേൾക്കുന്നതാണല്ലോ, നമ്മുടെ മമത ആക്ട്രസ്, പുള്ളിക്കാരിക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ആൾമന്റെ ട്രീറ്റ്മെന്റും ആള് മാറി നിൽക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. സോ അപ്പോ ഇതൊക്കെ കാണുമ്പോൾ പല ആളുകളിലും ഈ ഒരു പേടി, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വറി ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ്. സാധാരണ ഒരു അസുഖം വന്ന് നമ്മൾ അതിനു വേണ്ടി അവരെ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കെയർ കൊടുക്കുക, അതുപോലെ അല്ല. ക്യാൻസർ എന്ന് പറഞ്ഞത് എപ്പോഴും ഒരു ടെർമിനൽ ഇൽനസ്, അസുഖത്തിന്റെ കാറ്റഗറിയിൽ കിടക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ജയപ്രകാശ് സാറ് പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സൈഡും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ട്രീറ്റ്മെന്റിൽ പലതും എക്സ്പെൻസീവ് ആണ്, പലതും നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ അതിൻ്റെതായ എക്സ്പെൻസുകളും അവരെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ കടം വാങ്ങിക്കേണ്ടി വരും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഫാമിലീസ്. ഇതിന്റെ ഒക്കെ പ്രഷറിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അത്രയും നമ്മളൊരു പ്രഷർ കുക്കറിനുള്ളവരെ എടുത്തു വെച്ച പോലത്തെ ഒരു അവസ്ഥയിൽ അവരിയ്ക്കുന്നത്. ഒന്ന് അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള വരീസ്, ബോഡി ഇമേജ് കൺസേൺസ്, ഡിസിഷൻസ് മേക്കിങ്ങിലുള്ള ബുദ്ധിമുട്ട്, വീണ്ടും വരുമോ എന്നുള്ള പേടി, ഫാമിലി എന്ത് ചെയ്യും, ഫാമിലിനെ പറ്റിയുള്ള കൺസേൺസ്, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, ഇതൊക്കെ പുറമെ ഇതിന്റെ സൈഡ് എഫക്ട്സ് ചിലവർക്ക് ഉണ്ടാവാം. അവരുടെ റൊട്ടീൻസ് മാറുന്നതിന്റെ ബുദ്ധിമുട്ട്. ഇപ്പൊ കീമോതെറാപ്പി എടുക്കുന്നവർക്കറിയാം, ഇവർക്ക് വോമിറ്റിംഗ് അങ്ങനത്തെ ഇഷ്യൂസ്, ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അതിന് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കും അത് മാനേജ് ചെയ്യുമെങ്കിലും നമുക്കറിയാലോ, ഒരു നേരം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറഞ്ഞ തീരില്ല, അത്രയധികം പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോ 40% ക്യാൻസർ പേഷ്യൻസിനും ആ ട്രീറ്റ്മെന്റ് സമയത്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട്, ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള രീതിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ഇവർക്ക് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്?
നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഏത് തെറാപ്പി ആയിരിക്കും ഇവർക്ക് ആപ്റ്റ് ആയിരിക്കുന്നത്? ഇത്രയും ഇഷ്യൂസിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട്. ഇതില് ഫാമിലി മെമ്പേഴ്സ് പോകുന്നുണ്ട്, അവരുടെ മക്കൾ പോകുന്നുണ്ട്, മേ ബി ഫ്രണ്ട്സ്, വളരെ ക്ലോസ് റിലേറ്റീവ്സ്, അവർ അതിനേക്കാളും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു കാറ്റഗറിക്ക് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് തെറാപ്പി അപ്രോച്ചസ് ആയിരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവാം? ഇതിൽ ഇവർ രക്ഷപ്പെടോ ഇല്ലേന്നൊന്നും അല്ല നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷെ ഇവരുടെ ഇത്രയും ഫിയേഴ്സും കൺസേൺസും മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പറയൂ. ഓക്കെ, ഒരാൾ പറഞ്ഞു CBT പറ്റും. യെസ്, CBT ഉണ്ട്. പിന്നെ ഫാമിലി തെറാപ്പി. ഫാമിലി തെറാപ്പി കൊടുക്കാം. യെസ്. പിന്നെന്തായിരിക്കും? ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നത്. നമുക്ക് ഇവർക്ക് ഇവിടെ എന്തോ ചാറ്റിലും കൂടി വന്നിട്ടുണ്ട്. റിയാലിറ്റി തെറാപ്പി, റിയാലിറ്റി എക്സ്പോഷർ, യെസ് കൊടുക്കാം. Different coping mechanisms introduced. കോപ്പി മെക്കാനിസംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യെസ്. ഓക്കെ, മെയിനായിട്ട് മേജറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം പറ്റും. CBT പറ്റും. CBT നമ്മൾ എന്തിനാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കറിയാലോ, CBT എപ്പോഴും എന്തിനാ ഉപയോഗിക്കുക? വളരെ ഡിസ്ട്രെസിങ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ഉണ്ടെങ്കിൽ, ഇവിടെ കറ്റാസ്ട്രോഫൈസേഷൻ അങ്ങേയറ്റായിരിക്കില്ലേ, നിങ്ങൾക്കറിയാം. പിന്നെ ജനറലൈസേഷൻ, ഇപ്പൊ ജനറലൈസേഷൻ ഉണ്ടാവും. ഒരാൾ മരിക്കുന്ന ഒരു ഈവൻ കാണുമ്പോഴേക്കും ക്യാൻസർ വന്ന് എല്ലാവരും മരിക്കും എന്നുള്ളൊരു ധാരണ അത് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങേയറ്റം ചിന്തിച്ചു കൂട്ടുന്ന ഏറ്റവും വേസ്റ്റ് സിനാറിയോ അവർ ആലോചിച്ച് കൂട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രസീവ് സിംറ്റംസ് അവർ കാണിക്കും. ഒന്നിലും എല്ലാത്തിനും പുറകില് മാറി നിന്ന് ഉൾവലിഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. ഒന്നിലും ഇറങ്ങി നടക്കാതെ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ള ആളുകളിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം CBT ആണ്. നമുക്ക് ഒരു അപ്രോച്ച് മതിയാവില്ല കേട്ടോ. നമ്മൾ എപ്പോഴും കമ്പൈൻഡ് ആയിട്ട് പോകേണ്ടി വരും, ഇന്റഗ്രേറ്റഡ് ആയിട്ട് പോകേണ്ടി വരും. കാരണം ഈ പറയുന്ന ആൾക്ക് ഒരു പ്രശ്നം ആയിരിക്കില്ല ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ല, ഇത്രയും സ്ട്രെസ്സിലൂടെ അവർ ഓരോ വ്യക്തിയും കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു തെറാപ്പി അപ്രോച്ച് മാത്രം അവിടെ വർക്ക് ആവില്ല എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് CBT വർക്കാവും. CBT അവരുടെ തോട്ട് പാറ്റേൺസ്, കറ്റാസ്ട്രോഫൈസേഷൻ തടയാൻ, ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആങ്സൈറ്റി, കീമോതെറാപ്പി ഭയങ്കര പെയിൻഫുൾ ആണ് എന്നൊരു ധാരണയുണ്ട്. പക്ഷെ എല്ലാ കീമോതെറാപ്പിയും അത്ര പെയിൻഫുൾ അല്ല. എല്ലാ കീമോതെറാപ്പി എടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് കാര്യങ്ങളോ, അത് ഭയങ്കര വോമിറ്റിംഗ്, ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അത് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ല. അപ്പൊ ആ ഒരു പേടി അത് അവരെ സർവൈവ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഒരുപാട് നെഗറ്റീവ് തോട്ട് പാറ്റേൺസിന് നമുക്ക് CBT കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് റിലാക്സേഷൻ ടെക്നിക്കുകളും മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകളാണ്. കുറെ കൂടി അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ EFTing കൊടുക്കാം കേട്ടോ. ഇമോഷണൽ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇന്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അവരുടെ ഒരു സ്ട്രെസ് എന്തെങ്കിലും പറയുന്നു, ഓക്കെ, അവരുടെ സ്ട്രെസ്, അതേപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻ, കുറച്ചുകൂടി ഒരു പ്രസന്റ് മൊമെന്റ് അവയർനെസ് കൊണ്ടുവരാനായിട്ട് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മളെ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കാം, MBCT കൊടുക്കാം, മൈൻഡ്ഫുൾ ബേസ്ഡ് ഇമോഷൻ ഫോക്കസ്ഡ് തെറാപ്പീസ് കൊടുക്കാം. അതൊക്കെ അവരുടെ ഇമോഷണൽ റെഗുലേഷന് സഹായിക്കും എന്നുള്ളതാണ്. ദെൻ സപ്പോർട്ടീവ് എക്സ്പ്രസീവ് തെറാപ്പി എന്ന് പറയുന്നത് ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ചിലപ്പോൾ വീട്ടുകാരോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത പേടികൾ ഉണ്ടാവും അല്ലെ, എക്സിസ്റ്റൻഷ്യൽ കൺസേൺസ്. ഇപ്പൊ നിങ്ങൾ പറയാനുള്ള മരണഭയം, ഇനി എങ്ങനെ മുന്നോട്ട് പോകും ലൈഫ് എന്നൊക്കെ. അതായത് ആ ഫാമിലി നയിച്ചുകൊണ്ടിരുന്ന ഒരാൾക്കാണ് ക്യാൻസർ വരുന്നതെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ബാക്കി മെമ്പേഴ്സിനെ ആലോചിച്ചും അവർക്ക് കുറെ വറീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഏത് ടൈപ്പ് ഓഫ് ഇമോഷനും ഫിയറും അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ കൺസേൺസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മളൊരു എക്സ്പ്രസീവ് തെറാപ്പി, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് തെറാപ്പി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഫാമിലി തെറാപ്പി നമുക്ക് കൊടുക്കാം. അത് നിങ്ങൾ പറഞ്ഞിരുന്നു, ഉറപ്പായിട്ടും ഫാമിലിക്ക് വേണം. കാരണം അവരും ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇവരുടെ മുന്നിൽ അവരത് കാണിക്കുന്നുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം പേഷ്യന്റിനെ അത്രയും കെയറോടെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് അവര് ആകെ ഓവർവെൽമഡ് ആയിട്ട് പോവാറുണ്ട്. ഒരു കെയർ ഗിവർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്
കാരണം ഇതൊക്കെ കാണേണ്ടി വരും, ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും, എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടി വരും. പക്ഷെ അവർക്ക് അവരുടെ ഇമോഷൻസ് എവിടെയും എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. കാരണം ഈ പറയുന്ന ആളുടെ വിഷമമൊക്കെ ഇവർ കാണുകയാണ്, അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അവർ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അവിടെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എന്ത് വേണം? ഫാമിലി ഫോക്കസ്ഡ് തെറാപ്പി, ഫാമിലീസിനെയും കൂടെ ആദ്യം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോ പേഷ്യന്റിന് അപ്പുറത്തേക്ക് നമ്മൾ ഈ തെറാപ്പി ഒക്കെ കൊടുക്കേണ്ട ഒരു കാറ്റഗറിയാണ് അവരുടെ സ്പോസസ്, പാരന്റ്സ്, ചിൽഡ്രൻ. ഇത് എങ്ങനെയാണോ വരുന്നത്, ചിലപ്പോ ഹസ്ബൻഡിനോ വൈഫിനോ ആണെങ്കിൽ അവർക്ക്, അവരുടെ ഫാമിലിക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ പാരന്റ്സിന് കൃത്യമായിട്ട് കൊടുക്കണം. അല്ല പാരന്റിൽ ഒരാൾക്കാണ് ഈ പറഞ്ഞ പോലെ ക്യാൻസർ എന്നുണ്ടെങ്കിൽ, ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ഫാമിലി മെമ്പേഴ്സും നമ്മൾ കൊടുക്കണം. അതിനനുസരിച്ച് എല്ലാവർക്കും കൊടുക്കാന്നുള്ളതാണ്. ഇപ്പൊ കെയർ ഗീവർ ബേർഡൻ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കെയർ ഗീവർ ആകെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്. ഒരു ഹസ്ബൻഡ് വൈഫാന്ന് വിചാരിക്കാം, വൈഫിന് ക്യാൻസർ ആണ്. അപ്പൊ ഹസ്ബൻഡ് ആണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കൂടെ സഹായത്തിന് ആളുണ്ട്, പക്ഷെ ജോലി കഴിഞ്ഞ് വന്നാലും ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ജോലി കഴിഞ്ഞ് വന്ന് ഹസ്ബൻഡ് നേരെ ഹോസ്പിറ്റലിലേക്ക് വരും, കാര്യങ്ങൾ മാനേജ് ചെയ്യും. അവർക്ക് ജോലിക്ക് പോകണം, ഹോസ്പിറ്റൽ വേണം, അവരുടെ സ്ലീപ്പ് പലപ്പോഴും ഡിസ്റ്റർബ്. ചിലപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നത്. പിന്നെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ അവർ കടന്നു പോവാണ്. അതിന്റെ കൂടെ ഇവിടെ ട്രീറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സൈഡ്. അപ്പൊ ആ കെയർ ഗിവർ അനുഭവിക്കുന്ന ഒരു ബേർഡൻ ഉണ്ട്. ബേർഡൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടായിട്ടാന്നല്ല, അവർക്ക് സ്നേഹമില്ല എന്നല്ല അതിന്റെ ഒരു മീനിങ്, പക്ഷെ അവര് അത്രയധികം സ്ട്രെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രോണിക് സ്ട്രെസ്, സ്ലീപ്പ് ഇഷ്യൂസ്, ഈവൻ അവർക്കും ചില സമയത്ത് അവരും ഡിപ്രസീവായിട്ട്, ആങ്ഷ്യസ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പേഷ്യന്റ് മാത്രമല്ല, കൂടെയുള്ള നിൽക്കുന്ന, സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആളുകളിലും പലപ്പോഴും ഡിപ്രഷനിലേക്കോ ആങ്സൈറ്റിയിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതും ഒരു ഫാക്ടറാണ്. കാരണം അവരെയും അത് ഇമോഷണലി തകർക്കുന്നുണ്ട്. ഗ്രീഫ് ഉണ്ടാവും. ആ ഒരു തെറാപ്യൂട്ടിക് ഒരു ലോസ്, അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു പോയതിന്റെ, അല്ലെങ്കിൽ ഇത്രയും കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ജീവിതം അവസാനിക്കാൻ പോവാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഗ്രീഫ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ ആവശ്യം റെസീലിയൻസ് ബിൽഡ് ചെയ്തെടുക്കാന്ന്. നമുക്ക് അവരുടെ ലൈഫിന് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അവരെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യാം. നേരത്തെ ഇവിടെ പറഞ്ഞില്ലായിരുന്നോ, കോപ്പിംഗ് സ്കിൽസ് പഠിപ്പിക്കുക. അതോടൊപ്പം കെയർ ഗിവേഴ്സിന്റെ വെൽബീയിങ്, അവരുടെ ഒരു സപ്പോർട്ട്, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അവർക്കും സൈക്കോളജിക്കലി ബെറ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റിയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് അവരെയും ഹെൽപ്പ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും ഈ ക്യാൻസറിലൂടെ കടന്നുപോയ എല്ലാവർക്കും ട്രോമയാണ്. അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമുക്ക് സർവൈവർഷിപ്പ് പല രീതിയിലും പുതിയ ചലഞ്ചസ് വരുന്നുണ്ട്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടാത്തത്, അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇപ്പോ എന്താ പറയാ, ട്രീറ്റ്മെന്റ് ഒക്കെ എൻഡ് ചെയ്ത് കഴിയുന്ന സമയത്തുണ്ടല്ലോ, ക്യാൻസർ സർവൈവ് ചെയ്ത് കഴിഞ്ഞു അവര്, ഈ മെഡിസിൻ കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ഇതിനൊക്കെ ഒരു ട്രോമ അവരുടെ എൻഡിൽ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ വരുന്ന ആങ്സൈറ്റിയാണ് സ്കാൻ ആങ്സൈറ്റി. സ്കാൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കൃത്യമായിട്ട് ചെക്കപ്പ് എടുക്കണമല്ലോ. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, ഇവര് ക്യാൻസറിന് സർവൈവ് ചെയ്തു, നമ്മൾ എന്ത് പറഞ്ഞു, ഓക്കെ യു ആർ ക്യാൻസർ ഫ്രീ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ കഴിഞ്ഞു, ടെൻഷനൊക്കെ കഴിഞ്ഞു എന്ന്. പക്ഷെ ക്യാൻസറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രോപ്പർ ചെക്കപ്പ് വീണ്ടും വീണ്ടും വേണ്ടതുണ്ട്. ട്രീറ്റ്മെന്റ് എൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് സ്കാനിങ്സ് ഉണ്ട്. ഇത്ര മാസം കൂടുമ്പോ സ്കാനിങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ അവിടെ വരുമ്പോഴേക്കും അത് വീണ്ടും ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് മെന്റലിയും ഫിസിക്കലിയും അവർക്കത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. സ്കാൻ അസോസിയേറ്റഡ് ആണ്. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങള്. ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വരുന്നവരെ, സ്കാനിങ്ങിന് പോകുമ്പോ, സ്കാനിങ് നടക്കുമ്പോ, സ്കാനിങ് കഴിഞ്ഞ് ആ റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് കാണുന്നവരെയും ടെൻഷനാണ്. ഇപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിന്റെ മോന് ക്യാൻസർ ഉണ്ട്. പിന്നെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതാണ്. മോൻ തന്നെ വളരെ ചെറിയ മോനാട്ടോ, 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ആണ്. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞാണ്. ഇപ്പൊ വീണ്ടും എന്തോ ഒരു
ബ്ലഡില് എന്തോ ഇങ്ങനെ ഉണ്ട് എന്നുള്ള പോലെ ഒരു സംശയം. അപ്പൊ അവരങ്ങനെ സ്കാനിങ് ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ റിപ്പോർട്ട് വന്നിട്ടില്ല. അവര് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ആ താത്തേനെ എനിക്ക് കാണാൻ വയ്യ. ആ ഒരു രീതിയില് ഉണ്ട്. അപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്, അവര് ഓൾറെഡി ഇപ്പൊ എന്റെ വീടിന് അടുത്തുള്ള ഒരാളാണ്. മുന്നേ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. അവരിടയ്ക്ക് എന്നെ കാണുമ്പോൾ, ഞാൻ പോകുന്ന വഴിക്ക് സെന്ററിലേക്കൊക്കെ പോകുന്ന വഴിക്ക് അവരെ കാണും. ഇവർക്ക് എന്നും ടെൻഷനാണ്. എന്നെ കാണുമ്പോൾ ഇങ്ങനെ കുറെ നേരം നിന്ന് വർത്താനം പറയും. അവരിപ്പോ വർക്കിനൊന്നും ജോലിക്കൊന്നും പോകുന്നില്ല. ജോബൊക്കെ ഉപേക്ഷിച്ചു കുട്ടികളുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട്, അപ്പൊ ആ ആങ്സൈറ്റി അവിടെ നിലനിൽക്കുകയാണ് അവർക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത്. ആ ഇമേജിംഗ് റിസൾട്ട് കിട്ടുന്ന വരെ അവർക്ക് വെയിറ്റ് ആണ്. നമുക്കറിയാം ഈ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഒന്നും അന്നൊന്നും കിട്ടില്ല. നോർമൽ സ്കാനിങ് അല്ലല്ലോ, 10 ദിവസങ്ങളോളം എടുക്കും. ഇപ്പൊ ബയോപ്സി ഇവിടെ ബയോപ്സി കൊടുക്കുമ്പോൾ തന്നെ അറിയാം, ചിലത് 10 days ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. 1 week to 10 days, ചിലത് അതിന് കൂടുതലാവാറുണ്ട്. പിന്നെ അതേപോലെ പെറ്റ് സ്കാൻ, ആ സ്കാൻ, ഇതൊക്കെ MRI സ്കാൻ ഒക്കെ ചില ദിവസങ്ങൾ എടുക്കും. MRI ഒക്കെ പിന്നെ ഒരു 7 hours കിട്ടും. പക്ഷെ ഭയങ്കര തിരക്കുള്ള ഏരിയാസിലാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ കിട്ടുള്ളൂ. പെറ്റ് സ്കാൻ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസങ്ങൾ എടുക്കുന്നതുണ്ട്. അപ്പൊ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏർലി സർവൈവർഷിപ്പ്, പെട്ടെന്ന് റിക്കവർ ആയ ആളുകളിലും നമ്മൾ പെട്ടെന്ന് റിക്കവർ ആയാലും രക്ഷപ്പെട്ടല്ലോ. പക്ഷെ ഫിയർ ഓഫ് റെക്കറൻസ് ഭയങ്കര ഹൈ ആയിരിക്കും അവർക്ക് കുറച്ചു നാളെ ട്രീറ്റ്മെന്റ് എടുത്തുള്ളൂ, അവർ പെട്ടെന്ന് റിക്കവർ ആയി. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓക്കെ അവര് പെട്ടെന്ന് റിക്കവർ ആയില്ലേ, ഭാഗ്യമായി. കാരണം മറ്റുള്ളവർക്ക് കുറെ വർഷം ട്രീറ്റ്മെന്റ് എടുക്കണല്ലോ, ഇവർക്ക് കുറച്ച് വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അവർ സർവൈവ് ചെയ്തല്ലോ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അവർക്ക് അവരുടെ ഐഡന്റിറ്റി തിരിച്ചുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് വീണ്ടും 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 ഉണ്ടാവും എന്നുള്ള പേടി. പിന്നെ ലോങ് ടേം സർവൈവർഷിപ്പ് ഉണ്ട്. കുറെ വർഷങ്ങൾ എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എൻഡ് ചെയ്ത ആളുകളിൽ അപ്പോഴും പല രീതിയിലുള്ള ഹെൽത്ത് കൺസേൺസ് അവരുടെ ഉള്ളിൽ നിലനിൽക്കും. ചിലപ്പോൾ കുറെ കാലം ട്രീറ്റ്മെന്റ് എടുത്ത് അവരാകെ ടയേർഡ് ആയിട്ടുണ്ടാവും. ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ചില സൈഡ് എഫക്ട്സ് ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇനി അടുത്തൊരു കാറ്റഗറി നമുക്ക് ഇത്തിരിയെങ്കിലും പോസിറ്റീവ് എന്ന് പറയാനുള്ള ഒരു കാറ്റഗറിയാണ് കേട്ടോ, ത്രൈവിങ്. ബാക്കിയെല്ലാം നമ്മൾ നെഗറ്റീവ് പറഞ്ഞിരുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ക്യാൻസർ സർവൈവേഴ്സിൽ. എന്താണ് PTG? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അവിടെ പോസിറ്റീവ് സൈക്കോളജി പഠിച്ചവരുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. PTG, പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്, അറിയാമോ ആർക്കെങ്കിലും? ഇല്ല, ആരും കേട്ടിട്ടേ ഇല്ല ആ ടേം. ഞാൻ തന്നെ പറഞ്ഞു പോകണ്ട വെച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്ന ഇടയ്ക്ക്. കേട്ടിട്ടുണ്ടോ? PTG കേട്ടിട്ടുണ്ടോ? സർവൈവ് ചെയ്യുന്ന മെക്കാനിസം ആണ്. ആ, PTG എന്ന് പറഞ്ഞാൽ നമ്മള് PTSD നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റിലൂടെ പോകുമ്പോൾ സ്ട്രെസ് വരികയും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാധ്യതകളെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാര് ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈവന്റിലൂടെ കടന്നു പോകുമ്പോൾ അവർ പിന്നീട് അത് ലൈഫിൽ ഒരു മീനിങ് കണ്ടെത്തും. ആ ട്രോമയിനെ ഒരു സക്സസ് ആക്കി മാറ്റാറുണ്ട്. ദാറ്റ് ഈസ് PTG എന്ന് പറയുന്നത്. ആ ഒരു ടേം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് ഇപ്പൊ ക്യാൻസർ സർവൈവേഴ്സിലും അത് ഉണ്ടാവാറുണ്ട്. അവര് സ്ട്രെസ് അനുഭവിച്ചിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഹൈലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് അതിനെ അവർ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് വരികയും അവരുടെ പേഴ്സണൽ സ്ട്രെങ്ത് അവർ ബെറ്റർ ആക്കി കൊണ്ടുവരും. ലൈഫിന് പുതിയ പോസിബിലിറ്റീസ് അവർ കൊണ്ടുവരും. കരിയർ ചേഞ്ചസ് കൊണ്ടുവരും. അതൊക്കെ അവർ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, സോഷ്യൽ മീഡിയയിൽ ഒരു ഫാമിലി ഉണ്ട്. ഞാൻ അതിന്റെ റാൻഡം ആയിട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ അവരിങ്ങനെ ക്യാൻസറിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പേര് ഞാൻ മറന്നുപോയി ഇപ്പോ. ഒരു 3 സഹോദരങ്ങളാണ്. അപ്പൊ ഇവർ മൂന്നാളും മൂന്നടുത്ത് തന്നെയാണ്. അപ്പൊ മൂത്ത സഹോദരിക്കാണ് ക്യാൻസർ വന്നിട്ട് സർവൈവ് ചെയ്തിട്ടുള്ളത്. ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അവരൊക്കെ സർവൈവ് ചെയ്ത് മാറി. ഇവര് ഫാമിലി മൊത്തം ഡൗൺ ആയിരുന്നു. പിന്നീട് ഇവർ ഒന്നിച്ച് പതിയെ പതിയെ ഒരു മുത്തശ്ശിയൊക്കെ ഉണ്ട് അവരുടെ കൂടെ കേട്ടോ. ഒരു മുത്തശ്ശിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് തുടങ്ങിയാണ്. അപ്പൊ അവര് പിന്നീട് അതിൽ നിന്ന് ഒരു ഇൻകം സോഴ്സ് എന്നുള്ള പോലെ പിന്നീട് ജ്വല്ലറി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ജ്വല്ലറി ബ്രാൻഡിൽ നിന്ന് ഇപ്പൊ അവര് ഒരു ക്ലോത്തിങ് ബ്രാൻഡും കൂടെ സ്റ്റാർട്ട് ചെയ്തു.
അതിൽ വേറൊരു പുള്ളിക്കാരി ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ പുള്ളിക്കാരി കുറച്ച് ആയുർവേദിക് പ്രോഡക്ട്സിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവര് അതങ്ങനെ ആ സിസ്റ്റേഴ്സ് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. മറ്റേ പുള്ളിക്കാരി അത്ര വീഡിയോയുടെ മുന്നിൽ വരാറില്ല, ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള ആള്. മറ്റേ രണ്ടുപേരാണ് വരാറുള്ളത്. പക്ഷെ എങ്കിലും അവരതിനെ ആ ഒരു രീതിയിലേക്ക് പിന്നീട് ആ ഒരു ലൈഫിൽ പുതിയ വഴികൾ അവര് കണ്ടെത്തി, പോസിബിലിറ്റീസ് അവര് കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പൊ PTG എന്ന് പറയുന്നത് പുതിയ പോസിബിലിറ്റീസ് അവർ കണ്ടെത്തും. റിലേഷൻഷിപ്സ് അവർ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്, നേരത്തെക്കാളും കുറച്ച് കൂടുതൽ അവരവരുടെ റിലേഷൻഷിപ്സിന് പ്രാധാന്യങ്ങൾ കൊടുക്കും. ലൈഫിനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ചില ആൾക്കാർ സ്പിരിച്വലി അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അവരിൽ വരും. ആ രീതിയിലൊക്കെ ആളുകൾ മാറാറുണ്ട്. അതായത് ഏകദേശം ലോങ് ടേം സർവൈവേഴ്സിൽ കുറെ ട്രീറ്റ്മെന്റ് എടുത്ത് കുറെ കാലം വന്നിട്ടുള്ള ആളുകളിലെ ഒരു 60% ആളുകളിലുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ 40%ആണ് ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ 60% ആളുകളും ലോങ് ടൈം സർവൈവേഴ്സിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ തന്നെ PTG, പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് കാണാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ എന്റെ അമ്മേനെ തന്നെ എടുക്കാം. എന്റെ അമ്മ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പ്രിന്റിംഗ് ഒക്കെ അറിയാം. ടൈലർ ആയിരുന്നു, പിന്നീട് പ്രിന്റിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് അമ്മയ്ക്ക് ടൈലറിംഗ് പിന്നെ ചെയ്യാൻ പാടില്ല, കാലിനൊന്നും സ്ട്രെയിൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആള് പ്രിന്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. പ്രിന്റിംഗ് അവിടെ അവരും അമ്മയുടെ ഫ്രണ്ട്സും ഒക്കെ കൂടി കുറച്ചു കാലം പ്രിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സിൽ ഫാബ്രിക് പ്രിന്റിംഗ് ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഇപ്പൊ കുത്താമ്പുള്ളി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ നെയ്ത്ത് ഗ്രാമമാണ്. അപ്പൊ അവിടെ നോക്കി തുണി എടുത്തിട്ട് വന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഇപ്പോഴും അമ്മ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അമ്മയ്ക്ക് മടുക്കുമ്പോ അമ്മ നിർത്തും, മീൻസ് വയ്യാതാകുമ്പോ അമ്മ നിർത്തും. പിന്നെ തോന്നിക്കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കുറെ നാൾ മടുക്കുമ്പോ അമ്മ വീണ്ടും പ്രിന്റിങ്ങിന് പോകും. ഇപ്പൊ ഒരു മാസമായിട്ട് വീണ്ടും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള് അവരവരുടേതായ ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് സർവൈവ് ചെയ്ത് പോകുന്ന രീതികളും ഉണ്ട്. സോ ഇറ്റ് ഈസ് എ PTG. എന്തൊക്കെ ട്രോമയിലൂടെ കടന്നു പോയാലും അവസാനം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള റെസീലിയൻസോട് കൂടി ഒരു ഏരിയയിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, വേറെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരിതേപോലെ ഫുഡ് ഐറ്റംസിന്റെ ബ്രാൻഡൊക്കെ തുടങ്ങി അങ്ങനെ പോകുന്നുണ്ട്. അതായത് അവർക്ക് ആ ഒരു ഫിനാൻഷ്യലി ഇതൊന്ന് പറ്റുന്ന പോലെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് അവര് സർട്ടിഫിക്കേഷൻ ഒക്കെ എടുത്തിട്ട് വീട്ടില് ഈ എന്താ പറയുക അച്ചാറ് അങ്ങനത്തെ സാധനങ്ങള് അങ്ങനെയൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ചെറിയ ചെറിയ ഹോംലി ഫുഡ് എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു ഫാമിലിനെ അറിയാം. അപ്പൊ ആ രീതിയിലൊക്കെ പല ആളുകളും അതിനെ കോപ്പപ്പ് ചെയ്യുന്നുമുണ്ട്. നെഗറ്റീവ്സ് ആയിട്ട് മാത്രമല്ല, ലൈഫിന് പുതിയൊരു, ശരിക്കും പറഞ്ഞാൽ അത്രയും കാലം ഒരു ജോലി ചെയ്യാതിരുന്ന ആളുകള് മേ ബി ഇതിന് ശേഷം സർവൈവ് ചെയ്ത് വന്നിട്ട് അവരുടെ ഇൻട്രസ്റ്റുകളോ അല്ലെങ്കിൽ അവരുടെ പാഷന്റെ പുറകെ പോവുക എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ ഭയങ്കരമായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. മേ ബി ഞങ്ങൾ ആ ഫേസിലൂടെ പോയത് കൊണ്ടായിരിക്കും അവിടെ നിന്നൊക്കെ പരിചയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ പലരും സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പിന്നീട് വരും. ആ ഒരു സമയത്ത് പക്ഷെ അവർക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. അത് കഴിയുന്നവരെ, വീണ്ടും വീണ്ടും ട്രീറ്റ്മെന്റ് നടക്കുന്നവരെ. എന്ന് വെച്ചാൽ ഈ ആങ്സൈറ്റി എൻഡ് ചെയ്യോ ചോദിച്ചാൽ ഇത് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ പാടാണ്. ഈ പറഞ്ഞ പോലെ റെഗുലർ ചെക്കപ്സ് പോകുമ്പോൾ വീണ്ടും ആങ്സൈറ്റി തിരിച്ചു വരും. ആദ്യം ചിലർക്ക് മന്ത്ലി ആവും, 3 മന്ത്ലി ആവും, 6 മന്ത് ആവും, ഇയർലി ആവും, ചിലർക്ക് 2 ഇയേഴ്സ് കൂടുമ്പോഴായിരിക്കും എടുത്തുകൊണ്ടിരിക്കാൻ അവർ പറയുന്നത്. അപ്പൊ ആ സമയത്ത് അവർ ഓക്കെ ആയിരുന്നാലും വീണ്ടും ഉള്ളല്ലോ സ്കാൻ ആങ്സൈറ്റി എന്ന് പറയുന്ന പോലെ ആ ഒരു സമയത്ത് അത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ അവർക്ക് കൊടുക്കുക, സപ്പോർട്ടീവ് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതുള്ളതാണ്. പിന്നെ അത്രയാണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ സ്പീഡ് കൂടി അത് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ പൊതുവേ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയാതെ സ്പീഡ് കൂടും. അപ്പൊ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഓക്കെ ഓക്കെ. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് ഇവരോട് പറയാ? ചില ഫാമിലി മെമ്പേഴ്സിന് വരാറുണ്ട് കേട്ടോ, ബുദ്ധിമുട്ട് വരാറുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും അറിയുന്നത്. ഈ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാല് ഇവർക്കിത് എങ്ങനെയാണ് ആ വ്യക്തിയോട് പറയാന്നുള്ളത് അറിയില്ല. പറയാതെ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. അപ്പൊ ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്, ഇതിനൊരു പ്രോട്ടോകോൾ ഒക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ചുമ്മാ കേട്ടിട്ട് അതെ നിങ്ങൾക്ക് ക്യാൻസർ ആണ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ആണ്, ട്രീറ്റ്മെന്റ് എടുക്കണം, ഒറ്റയടിക്ക് നമ്മൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലിനിഷ്യൻസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും
കൃത്യമായിട്ടും നിർബന്ധമായിട്ടും ഈ പ്രോട്ടോകോള് ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഡിഫിക്കൾട്ട് ഇൻഫർമേഷൻസ് വളരെ എമ്പത്തിയോടും ക്ലാരിറ്റിയോടും മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കേട്ടിട്ടുണ്ടോ സ്പൈക്ക്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എസ് എന്ന് വെച്ചാൽ സ്പൈക്കിൽ എസ്. ഞാനിവിടെ അത് എന്താന്ന് കൊടുത്തിട്ടില്ല, ജസ്റ്റ് പേര് മാത്രമേ കൊടുത്തുള്ളൂ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സെറ്റിംഗ് അപ്പ് ദ ഇന്റർവ്യൂ എന്നുള്ളതാണ്. ഒരു ക്രിയേറ്റ് ചെയ്യുക, ഒരു പ്രൈവസി അവർക്ക് ക്രിയേറ്റ് ചെയ്യുക. പതുക്കെ അവർക്ക് വേണ്ട വളരെ അടുപ്പുള്ള ആളുകളെയൊക്കെ ഒന്ന് കൂടിയിരുത്തി ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. പതുക്കെ ആ ഒരു ഫാമിലി പെർസെപ്ഷൻസ് അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതിനെപ്പറ്റി അവർക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഫാമിലി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പേഷ്യന്റ് എങ്ങനെയാണ്, ആ ഫാമിലി എങ്ങനെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സിറ്റുവേഷൻസ്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പെർസീവ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വരുമ്പോഴേക്കും ഇൻവിറ്റേഷൻ, പതുക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു നോളേജ് ഷെയറിങ്ങിന് അവർ റെഡി ആണോ എന്നുള്ളതൊക്കെ ഇങ്ങനെ സംസാരിച്ചോട്ടെ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എത്രത്തോളം കാര്യങ്ങൾ അറിയണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവരോട് ചോദിക്കാം. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാനുണ്ടോ, ആ ഒരു രീതിയിലൊക്കെ ഉള്ളത് നമുക്ക് ഒന്ന് ചോദിച്ച് പതുക്കെ നമ്മൾ അതിലേക്ക് പോവുകയാണ്. പിന്നെ കുറച്ചും കൂടി നോളേജ്, വളരെ സിമ്പിൾ നോളേജ് ആണ്. നമ്മൾ പറയാണ്, നോളേജ് എത്തുമ്പോഴേക്കും നമ്മൾ അവരോട് പറയാണ് ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന്. വളരെ സാവധാനത്തിൽ സിമ്പിൾ ആയിട്ടുള്ള, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് കേട്ടോ. മടിച്ച് നമ്മൾ വളച്ചൊടിച്ച് പറയാ ആ ഒരു അവസ്ഥയില് ആവരുത്. നമ്മൾ അവരോട് ക്ലിയർ ആയിട്ട് ഇന്നതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സെറ്റിംഗ് അപ്പ് ദ ഇന്റർവ്യൂ ആണ് ആദ്യത്തേത്. പ്രൈവസി എൻഷുർ ചെയ്യുക, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അപ്രോപ്രിയേറ്റ് അല്ലേ, ഐ കോണ്ടാക്ട് ഇല്ലേ, ഇന്ററപ്ഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താം. രണ്ടാമത്തെ കണ്ടീഷൻ അസസിങ് ദ പേഷ്യൻസ് പെർസെപ്ഷൻ ആണ്. അവരോട് ചോദിക്കാം, ഫാമിലിക്കും നിങ്ങൾക്കും എന്താണ് ഈ അസുഖത്തെ പറ്റി നിങ്ങളുടെ ഒരു ധാരണ എന്താണ്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവര് വേറെ അടുത്തൊക്കെ ട്രീറ്റ്മെന്റ് കുറെ എടുത്തിട്ടൊക്കെ ആയിരിക്കും. ക്യാൻസർ അങ്ങനെ പെട്ടെന്ന് ചില ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യില്ല. വേറെ അസുഖമൊക്കെ ആയിട്ടായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്തവർ പോയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഇതൊന്ന് ചെയ്ത് നോക്കൂ എന്നുള്ള ഒരു സജഷൻ വരുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം അറിയണോ, ഡയഗ്നോസിസിനെ പറ്റി, ട്രീറ്റ്മെന്റ് പറ്റി എന്തെങ്കിലും അറിയാൻ സാധ്യതയുണ്ടോ, ടെൻഷൻ ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, ആ ഒരു ഇൻവിറ്റേഷൻ നമ്മൾ എടുക്കാം. എന്നിട്ട് പതുക്കെ ക്ലിയർ ആയിട്ടും ഹോണസ്റ്റ് ആയിട്ടും വളരെ പതുക്കെ ഈ അസുഖത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. മെഡിക്കൽ ജാർഗൺസ് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഓരോ ക്യാൻസറിന് ഓരോ പേരുണ്ടല്ലോ, വലിയ കാര്യമായിട്ട് ആദ്യമേ ചാടിക്കറി ഇന്നതാണ് ആ ഒരു പേരൊന്നും എടുത്ത് അവരെ പേടിപ്പിക്കാതിരിക്കുക. ദെൻ ഇമോഷൻസ് ഭയങ്കര എമ്പത്തിയോടുകൂടെ ഹാൻഡിൽ ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെയാണ്. പിന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതൊക്കെ പതുക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ പതുക്കെ ആണ് സംസാരിക്കാം. ഇത് ശരിക്കും ഡോക്ടേഴ്സ് ചെയ്തോളും. ഇത് ഡോക്ടേഴ്സ് ചെയ്തിട്ടില്ല. ഇത് ആരോടാണ് പറഞ്ഞത്? ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിനോടാണ് പറഞ്ഞത്. പേഷ്യന്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചില ഫാമിലി മെമ്പേഴ്സ് ഇവർക്ക് ഇത് എങ്ങനെ പറയണം എന്ന് അറിയില്ല. അപ്പൊ അവർ ചിലപ്പോൾ കൗൺസിലറുടെ സപ്പോർട്ടൊക്കെ തേടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മളും ഈ പ്രോട്ടോകോള് ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. വളരെ ക്ലിയർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പേഷ്യന്റിന് പെട്ടെന്നൊരു ഡിസ്ട്രസ് ഉണ്ടാവാത്ത രീതിയിൽ അത്രയും പൊളൈറ്റ് ആയിട്ടും എമ്പതിയോട് കൂടിയും നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ചിലപ്പോൾ ഫാമിലി മെമ്പർ പേഷ്യന്റ് അറിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അവർക്ക് മക്കളോട് പറയാൻ അല്ലെങ്കിൽ വേണ്ട ആരോടെങ്കിലും പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. എവിടെയാണെങ്കിലും ആരോടാണ് നമ്മളിത് ഒരു ബാഡ് ന്യൂസ് പറയുന്നെങ്കിലും മാക്സിമം ഈ പ്രോട്ടോകോള് നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തത് ഡിസ്ട്രസ് സ്ക്രീനിങ് ആണ്. അത് കൃത്യമായിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഡിസ്ട്രസ് തെർമോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൂളുകളുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ഓരോ ദിവസവും ഇവർക്ക് എത്രത്തോളം സ്ട്രെസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഡേയിൽ ഒരു സ്ട്രെസ്
കട്ടായി അല്ലെ. അപ്പൊ ഫസ്റ്റ് ഡേയില് ചില ആളുകൾക്ക് ഫസ്റ്റ് ഡേയിലുള്ള ഒരു സ്ട്രെസ് പിന്നീട് ഉണ്ടാവണം എന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അവർ അതോട് അഡാപ്റ്റബിൾ ആവും. ചില ആളുകൾക്ക് ഫസ്റ്റ് ഡേ അത്ര സ്ട്രെസ് ഉണ്ടാവില്ല. പോകെ പോകെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുമ്പോഴായിരിക്കും അവർക്ക് സ്ട്രെസ് കൂടി വരുന്നത്. ആളുകൾ ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ആ ഡിസ്ട്രെസ് നമ്മൾ ഡെയിലി സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണോ, എത്രത്തോളം വേണം, ആ ഒരു രീതിയിൽ നമ്മൾ വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് നേരത്തെ അറിയാൻ പറ്റും. ആൻസൈറ്റി, ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാം. ഡയഗ്നോസിസ് സമയത്ത്, ട്രീറ്റ്മെന്റ് സമയത്ത് അതൊക്കെ നമ്മൾ നോക്കണം. അവരുടെ ഫിസിക്കൽ ഫാക്ടേഴ്സിനെ പറ്റി അവരോട് ചോദിക്കണം. അവർ നേരിടുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലം, ഇവിടെ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ട്രാൻസ്പോർട്ട് ഇഷ്യൂസ്, ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല ഇത്രയും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ ബുദ്ധിമുട്ട്, ഫാമിലി ഇഷ്യൂസ്, പിന്നെ ലൈഫിന്റെ ഒരു റൊട്ടീൻ തെറ്റുന്നതിന്റെ ബുദ്ധിമുട്ട്, അതൊക്കെ ഉണ്ടാവും. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന് അപ്പുറത്തേക്ക് ഈ ഫിസിക്കൽ പ്രാക്ടിക്കൽ ഇഷ്യൂസ് അവർ നേരിടുന്നുണ്ട്, ഫാമിലി ഇഷ്യൂസ്. അപ്പൊ അതൊക്കെ എത്രത്തോളം അവർക്ക് ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്ക്രീൻ ചെയ്തിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽ മാത്രമല്ല, ഗ്രൂപ്പ് ഇന്റർവെൻഷൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞേ, ഒന്നിച്ചിരുത്തി ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ. ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇവരോട് സംസാരിക്കുക, അവരുടെ അപ്പൊ അവർക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്തിട്ടോ, ഇവരും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് സർവൈവ് ചെയ്തതല്ലേ, ആ രീതിയിൽ. അപ്പോ അങ്ങനെ നമുക്ക് പിയർ ഗ്രൂപ്പ് സപ്പോർട്ട്സ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ക്യാൻസർ സർവൈവ് ഇവിടെ നിർബന്ധമായിട്ടും വിളിപ്പിക്കാമായിരുന്നു. ഇടയ്ക്ക് ഒരു നമ്പറൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ ഒരു ഡോക്ടർ അങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് അമ്മേനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ അവർക്കൊരു പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഐസൊലേഷൻ വരും. പിന്നെ സർവൈവ് ചെയ്ത ആളുകൾ മാത്രമല്ല, അവര് കൂടെയുള്ള ആളുകൾക്കും ആ ക്യാൻസർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്നിച്ചാക്കാം. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഐസൊലേഷൻ കുറയും, ഇമോഷണൽ എക്സ്പീരിയൻസ് അവർക്കൊക്കെ എല്ലാവരും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടത്. അറിയാലോ, സൈക്കോളജിസ്റ്റുകൾക്ക് മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. നമുക്ക് ഇവിടെ പാലിയേറ്റീവ് കെയർ വേണ്ടി വരും അല്ലെ, സോഷ്യൽ വർക്കേഴ്സിന്റെ ഹെൽപ്പ് വേണ്ടി വരും, നഴ്സസ്, ഓങ്കോളജിസ്റ്റുകളുടെ ഒക്കെ ഒരു സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം ഓങ്കോളജിസ്റ്റും നഴ്സസും അവർക്ക് അത്യാവശ്യമാണ്. പിന്നെ ഇവരുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കും ഒരു പാലിയേറ്റീവ് കെയർ വേണ്ട സിറ്റുവേഷൻ ആണ്. ചിലവർക്ക് സർജറി കഴിഞ്ഞ് കിടപ്പിലായിട്ടുണ്ടാവും. അപ്പൊ അവിടെ സപ്പോർട്ട് കൊടുക്കാൻ പാലിയേറ്റീവ് കെയേഴ്സ് ഉണ്ട്. അപ്പൊ അതിലും ഉണ്ടാവും. അപ്പൊ അവരുടെ ഒക്കെ കൂടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഒരിക്കലും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സൈക്കോളജിസ്റ്റ് മാത്രം വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ അല്ല ഇത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു ടീം വർക്ക് ആയിട്ട് മാത്രമാണ് ഇവിടെ പോകാനായിട്ട് പറ്റും. നമ്മൾ അതിന്റെ ഒരു പാർട്ടാണെന്ന് മാത്രം, വലിയൊരു പ്രോസസ്സിന്റെ ഒരു ഭാഗം. ഇനി നമുക്ക് പോവാൻ പറ്റും. സോ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് തെറാപ്പി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവർ നേരിടുന്ന മെയിൻ പ്രശ്നം ഗ്രീഫ് ഉണ്ടാവും, ഗിൽറ്റ് ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ഈ ഇഷ്യൂസ് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സ്ട്രെസ്, ഇതിലൊക്കെ കടന്നു പോകും. ഇമോഷണൽ ഇഷ്യൂസ്, ബിഹേവിയറൽ ഇഷ്യൂസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും ഏരിയാസ് മാനേജ് ചെയ്യാം, ഫാമിലി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ സൈക്കോളജിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിലേക്ക് നമുക്ക് പല രീതിയിലുള്ള തെറാപ്പീസ് കൊടുക്കാം. റിലാക്സേഷൻ ടെക്നിക്കുകൾ വേണം, റിലാക്സേഷൻ എക്സ്പ്രസീവ് തെറാപ്പീസ് വേണം, അതേപോലെ തന്നെ CBT വേണം, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പീസ് വേണം, ഫാമിലി കൗൺസിലിംഗ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അവരിലൊരു റെസിലിയൻസ് ബിൽഡ് ചെയ്ത് അവരൊരു ട്രോമാറ്റിക്കിലേക്ക് പോവാതെ അവരിലൊക്കെ ഒരു PTG അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്തിലേക്ക് അവരെ കൊണ്ടുവരിക, ഒരു റെസിലിയൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെ എന്താണ് നമ്മുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, സോറി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ഏരിയാസ് നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. ഇതാണ് വരുന്നത്. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗിന് അപ്പുറത്തേക്ക് വേറെ എന്ത് ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട്. ക്ലിനിക്കൽ സൈക്കോ ഓങ്കോളജിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ RCA ലൈസൻസ് എടുക്കണം. ക്ലിനിക്കൽ എന്ന് ബോർഡ് വെക്കണം എന്നുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആണ്. ഓങ്കോളജി യൂണിറ്റുകളിൽ നിങ്ങൾക്ക് ഇതല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അവരുടെ ബിഹേവിയർ ചേഞ്ച്, ലൈഫ് സ്റ്റൈൽസിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ, ആ ഒരു ബേസിക് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് നിൽക്കാം.
പിന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്ന പോലെ ട്രെയിനർ ആയിട്ട് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. പിന്നെ റിസർച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു ഏരിയയിൽ കുറെ കൂടി അല്ലെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് നടത്താം, പുതിയ പുതിയ പോളിസീസ് അവർക്ക് വേണ്ടി നടത്താം. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ പറ്റും. കൗൺസിലർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ റിസർച്ച് അക്കാദമിക് ഏരിയാസ് ആയിട്ടും ട്രെയിനർ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഗവൺമെന്റിന് മാത്രമല്ല. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ക്ലാസ്സുകൾ കൊടുക്കാനും അവരെ കുറെ കൂടി എക്യുപ്പ് ചെയ്യാനും ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ക്യാൻസർ ഒരു ഇമോഷണലി കോഗ്നിറ്റീവ്ലിയും അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഈവന്റ് ആണ്. ഡിസ്ട്രെസ് വളരെ കോമൺ ആണ്, പക്ഷെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കെയർ ഗിവർക്കും നിങ്ങൾക്ക് എന്ത് വേണം, സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സൈക്കോ ഓങ്കോളജി വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇപ്പൊ എന്താ പറയുക എമേർജ് ചെയ്ത് വരുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പല സോഴ്സസ് നിന്ന് എടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഈ പേജ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഈ സോഴ്സസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുള്ളവർക്ക് വായിക്കാനായിട്ടും പറ്റും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ക്യാൻസർ ഫിക്സ് ചെയ്യുക, ക്യാൻസർ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ജോലി. അവരെ അത് വിറ്റ്നസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക, ഫാമിലി മെമ്പേഴ്സിനെ എക്വിപ്പ് ചെയ്യുക, ആ ചലഞ്ചിങ് എക്സ്പീരിയൻസിന് അവർക്ക് വേണ്ട ഒരു ഇമോഷണൽ സൈഡ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അവര് ഒരു റെസീലിയൻസ് ബിൽഡ് ചെയ്യുക, സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, ഹോപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ റോളായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്രയും നിങ്ങൾ മൈൻഡിൽ വെക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ഇതില് നമ്മളൊന്ന് എന്താണ് സൈക്കോ ഓങ്കോളജി എന്ന് അറിയാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അറിയാത്തവർക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ റഹ്മത്ത് പറഞ്ഞ പോലെ നമുക്കൊരു 5 day വർക്ക്ഷോപ്പ്, അറിയാലോ ബേസിക് ആണ് 5 day, പക്ഷെ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അക്കാദമിക് കൗൺസിലേഴ്സിനെ ഇമ്പോളിന്റെ ടീമിനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതല്ല നിങ്ങൾക്ക് എക്സ്ട്രാ റീഡ് ചെയ്യാനുള്ള സോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ സ്നേഹാജി, പറയൂ സർ. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൽ ഡോക്ടറായിട്ട്. ഞാൻ ഈ അതെ. ഡോക്ടറായിട്ട് ഇതേപോലെയൊക്കെ വരുന്നതിന് ഉദ്ദേശം, അതായത് ഒരുപാട് പേർക്ക് ചില കാര്യങ്ങൾ കൂടുതൽ പറയാൻ പറ്റുന്നത് ഒരു ഡോക്ടർക്കേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും. ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. അതല്ലാതെ ഇതിൽ നിന്ന് പുതിയതായിട്ട് ഞാൻ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഉറപ്പായിട്ടും സാറിന്റെ പറയുന്നത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ്. അതും ഓക്കെ, പറയൂ. ഞാൻ ഒരുപാട് കൊല്ലം 10-20ഓളം കൊല്ലം പ്രാക്ടീസ് ചെയ്ത് ജീറിയാട്രിക്സ് ആണ്. ജീറിയാട്രിക്സ് എന്ന് പറയാൻ പ്രായമായവർ. അപ്പൊ അതിൽ ഒരു അറിയാം. ഓബ്വിയസ്ലി ഒരുപാട് ന്യൂമറസ് ക്യാൻസർ പേഷ്യൻസിനെ മാനേജ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 1-2 കാര്യം മാത്രമേ ഞാൻ പറയാം. അതായത് ഈ കുറെ കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയക്കാരിൽ നിന്ന് പഠിക്കണം. രാഷ്ട്രീയക്കാർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേർക്ക് അയ്യോ അവരുടെ തൊലിക്കട്ടി, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അവരിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും നമ്പർ 1, അതായത് ഈ ശരത് പവാർ എന്ന് ഈ ഗ്രൂപ്പിലിരിക്കുന്ന എത്ര പേർക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാ. അദ്ദേഹം മറ്റേ മഹാരാഷ്ട്രീയനാണ്. അദ്ദേഹം മുൻപ് കേന്ദ്രമന്ത്രിക്കായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു പാർട്ടിയുണ്ട് NCP, അതിൻ്റെ ചെയർമാൻ വല്ലാണ്. 85-86 വയസ്സായി. പുള്ളിക്കാരന് ഓറൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് 22 കൊല്ലമായി. സർജറി കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു, പല്ല് മുഴുവൻ എടുത്ത് ഇത് പറിച്ചു കളഞ്ഞു. പക്ഷെ അദ്ദേഹം നല്ല വീണ്ടും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് സർവൈവറാണ്, ആക്റ്റീവായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട് വക്താവായിട്ട്. അപ്പൊ അവരുടെ ആ മൈൻഡാണ് അവിടെ തകർന്നു പോകുന്നില്ല. ഇനി രണ്ടാമത്തത് സോണിയ ഗാന്ധി. ഞാൻ ഫാക്റ്റാ പറയുന്നത്, ചെക്ക് ചെയ്യാൻ നിൽക്ക് ഈ പറയുന്നതെല്ലാം. 2011 അവർക്ക് ക്യാൻസർ. പക്ഷെ അവർ ക്യാൻസർ ഒന്നും ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല. അമേരിക്കയിൽ വന്നിട്ട്, ഞാൻ അമേരിക്കയിലാണ്, ഇവിടെ സ്ലോവൻ മെമ്മോറിയൽ കെറ്ററിംഗ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലുണ്ട്.
ലോകത്തെ മൊത്തം 10 വലിയ ക്യാൻസർ ഹോസ്പിറ്റൽ ഒന്നാണ് ഈ ഹോസ്പിറ്റൽ. അപ്പം ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ പല്ലുവേദനയ്ക്ക് വരാൻ വഴിയില്ലല്ലോ അല്ലേ? നിങ്ങൾ RCC പോവാണെച്ചാൽ, ഞാൻ അവിടെ ഡയബറ്റീസിന് പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ സ്നേഹാജി? RCC ഇല്ല. പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസറിന്, ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻസർ. 2011 ഇതിപ്പോൾ 15 കൊല്ലമായി. അവർ 3-4 തവണ ഒരു ചെക്കപ്പിനും ട്രീറ്റ്മെൻറ്റും എല്ലാം വേണ്ടി സർജറിയും കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് ആക്റ്റീവ് നിന്ന് വിരമിച്ചോ? ഇല്ല. ഇത്തവണ ഇതാ രാജ്യസഭാ മെമ്പറായിട്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള അടുത്ത് നമ്മുടെ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ക്യാൻസർ എന്താണെന്ന് പുള്ളി പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ മേയോ ക്ലിനിക്കിലാണ് കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായിട്ട് വന്നും ട്രീറ്റ്മെൻറ്റും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ദി ടേക്ക് ഹോം മെസ്സേജ്, നമ്മൾ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തിരിക്കണം. ക്യാൻസർ വരുന്നവർ അവർ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ബാക്കി മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള എമോഷണൽ പ്രോബ്ലംസും സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വരുന്നത്, അത് ഈ രാഷ്ട്രീയക്കാരെന്ന് പഠിക്കണം. ഇതാണ് ഞാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് പറയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, പറയാൻ അറിയാം. പക്ഷേ ഇത് മാത്രം ഒന്ന് ഓർക്കുക. താങ്ക് യു. യെസ്, താങ്ക് യു സർ, താങ്ക് യു. എന്തായാലും സാറിന്റെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തപ്പോ, അതായത് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മയാണെങ്കിലും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളത് ഈ സാറ് പറഞ്ഞ അതേ പോയിന്റിലാണ്. ആള് മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വീട്ടിലെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യും. അതേപോലെ ക്യാൻസറിന് ശേഷം ആള് പ്രിന്റിങ് അത് ഇത് പറഞ്ഞ് ആളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അതേപോലെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ആൾക്കത് സർവൈവ് ചെയ്താൽ പോകാൻ പറ്റിയിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ അവരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും താങ്ക് യു വേണു സർ പറഞ്ഞതിന്. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ, പറയാനുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ ഇവിടെ നേരത്തെ രമ്യ മാം പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. ഓക്കെ, ചാറ്റിൽ എന്തോ മെസ്സേജ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സർ. സാറിനുള്ള താങ്ക്സ് ആണ് ചാറ്റിലുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ഓക്കെ, എന്നാ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു നിർത്താം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞു. അതായത് നമ്മുടെ ഈ ക്യാൻസറിന്റെ ആ റിക്കറൻസും ബാക്കിയെല്ലാം വരുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ. ക്യാൻസറും നമ്മുടെ ഇമ്മ്യൂണിറ്റിയും വലിയ ബന്ധമുണ്ട്. അപ്പോഴേ നേരത്തെ പറഞ്ഞു ആ സ്റ്റേജിൽ ഒന്ന് ഫിയർ ആങ്സൈറ്റി വരുമ്പോൾ ഇമ്മ്യൂണിറ്റി താഴെ പോവും. ഇമ്മ്യൂണിറ്റി താഴെ പോകുമ്പോൾ എന്താണ് ക്യാൻസർ അങ്ങ് വീണ്ടും വരാനായിട്ടും അത് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണം ആദ്യം ആ ഫിയറിനെ ആദ്യം മാറ്റണം. അതിനാണ് ഞാൻ പറഞ്ഞത്, പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ കുളിമുറിയിൽ ക്യാൻസർ വന്നവർ ശരത് പവാറിന്റെ ഒരു ഫോട്ടോ, സോണിയാഗാന്ധിയുടെ ഒരു ഫോട്ടോ, പിണറായി വിജയന്റെ ഫോട്ടോ ദിവസം കണ്ടുകൊണ്ടിരുന്നാൽ കുറെയെങ്കിലും പേടി മാറിക്കിട്ടും കേട്ടോ. പിണറായി വിജയൻ നോക്കിയതാ ഇപ്പോൾ വീണ്ടും മത്സരിച്ചു, 79 വയസ്സായി, എന്നിട്ട് LOP ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ആ മൈൻഡ് സെറ്റാണ്. അവിടെ കീടി എല്ലാം വന്ന് കയറി എല്ലാം ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. ഒരു വിധത്തിലും അത് അഫക്റ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. അതൊക്കെയാണ് നമ്മൾ അവരെ കണ്ട് പഠിക്കാനായിട്ടുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് വാട്ട് വൺ ഷുഡ് ബി ഡൂയിങ് ദാറ്റ് വൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാൽ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ. താങ്ക് യു ആൾ, ഇത്രയും നേരം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് താങ്ക് യു. Ma'am, thank you. Thank you. താങ്ക് യു ആൾ. Thank you, ഗുഡ് ma'am. നൈറ്റ്. Thank you. Okay, thank you. Good night. യെസ്, താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്.